Hello. 7th chapter control statements. രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കി കഴിഞ്ഞു. അതിൽ ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് ഇത് രണ്ടും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന നെസ്റ്റഡ് ഇഫ്, എൽസ് ഇഫ്, ലാഡർ, സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് കണ്ടീഷണൽ ഓപ്പറേറ്റർ. നെസ്റ്റഡ് ഈഫ് എന്ന് പറയുന്നത് ഒരു ഈഫിനുള്ളിൽ മറ്റൊരു ഈഫ്, ദാറ്റ് ഈസ് an if inside another if is known as nested if. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. രണ്ട് കണ്ടീഷൻസ് ഇവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. മാർക്ക് അല്ലെങ്കിൽ സ്കോർ 60-ലും കൂടുതലാണോ, അതുപോലെ ഏജ് 18-ലും കൂടുതലാണോ. ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ആ കുട്ടിക്ക് ഒരു പെർട്ടിക്കുലർ കോഴ്സിന് അഡ്മിഷൻ കിട്ടുള്ളൂ. ഇതാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഈഫ് സ്കോർ ഗ്രേറ്റർ ദാൻ 60 ആൻഡ് ഈഫ് ഏജ് ഗ്രേറ്റർ ദാൻ 18, സി ഔട്ട് യു ആർ സെലക്റ്റഡ് ഫോർ ദി കോഴ്സ്. അപ്പോൾ രണ്ട് ഈഫ്, ഒരു ഈഫിനുള്ളിൽ മറ്റൊരു ഈഫ് എന്നുള്ള രീതിയിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഔട്ടർ ഈഫും ഇന്നർ ഈഫും കണ്ട് മനസ്സിലാക്കുക. Our next topic is the else if ladder. ഇവിടെ different conditions will be given and each condition will decide which statement is to be selected for execution. ഇതിന് നമ്മൾ എൽസ് ഈഫ് സ്റ്റെയർ കേസ് എന്നും പറയാറുണ്ട്. അതുപോലെ ഈഫ് എൽസ് ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്നും നമ്മൾ ഇതിനെ പറയാറുണ്ട്. ഇതിനെ വിശദമായിട്ടൊന്ന് നോക്കാം നമുക്ക്. ആദ്യം നമുക്കിതിൻ്റെ സിൻറ്റാക്സ് ഒന്ന് നോക്കാം. കുറേ കണ്ടീഷൻസ് ചെക്ക് ചെയ്യേണ്ടി വരുമ്പോഴാണ് ഈ ഈഫ് എൽസ് ഈഫ് ലാഡർ ഉപയോഗിക്കുന്നത്. അപ്പം ഇതിൽ കണ്ടില്ലേ, ഈഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ 1 സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1 കഴിഞ്ഞ് രണ്ടാമത്തെ കണ്ടീഷൻ കൊടുക്കുന്നത് എൽസ് ഈഫിലാണ്. എൽസ് ഈഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ 2 സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 2. വീണ്ടും മൂന്നാമത്തെ കണ്ടീഷൻ കൊടുക്കുന്നത് വീണ്ടും എൽസ് ഈഫിലാണ്. എൽസ് ഈഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ 3 സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 3. അങ്ങനെ വന്ന് അവസാനം വരെ വന്ന് ഏറ്റവും ഒടുവിൽ എൽസ് ഈഫ് എന്ന് കൊടുക്കുന്നില്ല, വെറും എൽസ് കൊടുക്കുന്നു, സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് എൻ എന്ന് കൊടുക്കുന്നു. ഇതാണ് ഇതിൻ്റെ സിൻറ്റാക്സ്. ഇനി നമുക്ക് ഒരു പ്രോഗ്രാം നോക്കാം. സ്റ്റുഡൻസിൻ്റെ മാർക്ക് നോക്കിയിട്ട് ഗ്രേഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നതിനുള്ള പ്രോഗ്രാമാണ്. കണ്ടീഷൻസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. 80-ൽ കൂടുതലാണെങ്കിൽ എ ഗ്രേഡ്, 60-നും 79-നും ഇടയിലാണെങ്കിൽ ബി ഗ്രേഡ്, 40 to 59 ആണ് സി, 30 to 39 ഡി, 30 ബിലോ 30 ആണെങ്കിൽ ഇ ഗ്രേഡ്. നമുക്ക് പ്രോഗ്രാം നോക്കാം. പ്രോഗ്രാമിൽ സാധാരണ പോലെ തന്നെ ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം യൂസിങ് നെയിം സ്പേസ് STD സെമികോളൻ ഇൻറ്റു മെയിൻ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ സ്കോർ ഇൻറ്റീജർ ഡാറ്റ ടൈപ്പായിട്ടാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്, ഇൻറ്റു സ്കോർ. അതിനുശേഷം നമ്മൾ സി ഔട്ട് എൻ്റർ ദി സ്കോർ എന്ന് കൊടുത്തിട്ടുണ്ട്. അത് സ്ക്രീനിൽ എൻ്റർ ദി സ്കോറിന് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ബാക്കി നോക്കാം. അടുത്തത് സ്കോർ ഇൻപുട്ട് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് സി ഇൻ സ്കോർ. സ്കോർ ഇൻപുട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കണ്ടീഷൻസ് ചെക്ക് ചെയ്യുന്നു. 80-ൽ കൂടുതലാണോ നോക്കണം, 60-ൽ കൂടുതലാണോ നോക്കണം, 40-ൽ കൂടുതലാണോ നോക്കണം, 30-ൽ കൂടുതലാണോ നോക്കണം. അപ്പം ആദ്യം തുടങ്ങാം. ഈ സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80, സി ഔട്ട് എ ഗ്രേഡ്. എൽസ് ഈഫ് സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60, സി ഔട്ട് ബി ഗ്രേഡ്. എൽസ് ഈഫ് സ്കോർ ഗ്രേറ്റർ ദാൻ 40, സി ഔട്ട് സി ഗ്രേഡ്. എൽസ് ഈഫ് സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 30, സി ഔട്ട് ഡി ഗ്രേഡ്. ഇതൊന്നുമല്ല, 30-ലും കുറവാണെങ്കിൽ എൽസ് കണ്ടീഷൻ കൊടുക്കുന്നു, പിന്നെ ഒരു ഈഫൊന്നുമില്ല, എന്നിട്ട് സി ഔട്ട് എ ഗ്രേഡ് എന്ന് കൊടുക്കുന്നു. ഇതാണ് എൽസ് ഈഫ് ലേഡർ. ഇത് കണ്ടില്ലേ നിങ്ങൾ, ഈഫ് എൽസ് ഈഫ് ഒരു സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ടോ. അതുകൊണ്ടാണ് ഇതിനെ സ്റ്റെയർ കേസ് അല്ലെങ്കിൽ ലാഡർ എന്നൊക്കെ പറയുന്നത്. ഈ കണ്ടീഷൻസ് എല്ലാം എഴുതി കഴിഞ്ഞ് റിട്ടേൺ 0 എഴുതാൻ മറന്നു വരുത്. അതുപോലെ ഇൻറ്റു മെയിൻ്റെ ഫ്ലോർ ബ്രാക്കറ്റ്, ഓപ്പണിംഗ് ഫ്ലോർ ബ്രാക്കറ്റ് ഏറ്റവും ഒടുവിൽ ക്ലോസ് ചെയ്യാനും നമ്മൾ മറന്നു പോകാൻ പാടില്ല. ഇനി ഇതിൻ്റെ ഈ പ്രോഗ്രാം എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നുള്ളത് ഒന്ന് നോക്കാം. ഇവിടെ റൺ ചെയ്യുമ്പം എൻ്റർ ദി സ്കോർ എന്ന് പറയും. നമ്മൾ 75 ആണ് എൻ്റർ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. സോ വിൽ ഗെറ്റ് ബി ഗ്രേഡ്. മറ്റൊരു സ്കോർ കൊടുക്കുന്നു, എൻ്റർ ദി സ്കോർ എന്ന് പറയുമ്പോൾ 25 കൊടുക്കുന്നു വിചാരിച്ചു. അപ്പം നമുക്ക് ഇ ഗ്രേഡ് കിട്ടും.
അപ്പോൾ ഈ രീതിയിലാണ് ഈ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത്. എല്ലാവർക്കും ഈ പ്രോഗ്രാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി മറ്റൊരു പ്രോഗ്രാം നോക്കാം. ടു ചെക്ക് വെദർ ദി ഗിവൺ ഇയർ ഈസ് ലീപ്പ് ഇയർ ഓർ നോട്ട്. അതിവർഷത്തെ പറ്റി കേട്ടിട്ടില്ലേ? സാധാരണയായിട്ട് അതിവർഷം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫെബ്രുവരിയിൽ 29 ഡേയ്സ് വരുന്ന ഇയേഴ്സിനാണ് നമ്മൾ ലീപ്പ് ഇയർ അല്ലെങ്കിൽ അതിവർഷം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ലീപ്പ് ഇയർ നമ്മളൊരു ഇയർ എൻ്റർ ചെയ്തിട്ട് അത് ലീപ്പ് ഇയർ ആണോ എന്ന് കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു പ്രോഗ്രാമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് സാധാരണ പോലെ എല്ലാ സംഗതികളൊക്കെ എഴുതുന്നു, ഇൻറ്റു മെയിനും സംഗതികളൊക്കെ എഴുതുന്നു. അതിനുശേഷം ഇയറിനെ നമ്മൾ ഇൻറ്റീജർ ഡാറ്റ ടൈപ്പായിട്ട് ഡിക്ലെയർ ചെയ്യുന്നു. എൻ്റർ ഇയർ ഇൻ 4 ഡിജിറ്റ്സ്. സീൻ ഉപയോഗിച്ച് ഇയർ ഇൻപുട്ട് ചെയ്യുന്നു. ഇവിടെ ലീപ്പ് ഇയർ കണ്ടുപിടിക്കാൻ 2 കണ്ടീഷൻസ് ആദ്യം ചെക്ക് ചെയ്യുന്നുണ്ട്. ഒന്ന് ഇയർ പെർസെൻറ്റേജ് 100 ഈക്വൽസ് 0 ആണോ എന്ന് നോക്കുന്നു. 100നെ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 0 റിമൈൻഡറായിട്ട് കിട്ടുന്നുണ്ടോ നോക്കുന്നു. ആണെങ്കിൽ മാത്രം 400 കൊണ്ട് ഇയറിനെ ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് റിമൈൻഡർ 0 കിട്ടുന്നുണ്ടോ നോക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത് ലീപ്പ് ഇയർ ആണ്, അല്ലെങ്കിൽ അത് നോട്ട് എ ലീപ്പ് ഇയർ എന്ന് പ്രിൻറ്റ് ചെയ്യുന്നു. ഇനി അടുത്ത കണ്ടീഷനായിട്ട്, അതായത് 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 0 കിട്ടാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എൽസിഫ് കൊടുത്തിട്ട് ഇയർ പെർസെൻറ്റേജ് 4 ഈക്വൽസ് 0 നോക്കുന്നു. ഡബിൾ ഈക്വൽസ് 0 കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ സി ഔട്ട്, ഇവിടെ സി ഔട്ട് ലീപ്പ് ഇയറിന് കൊടുക്കാം. എൽസ് സി ഔട്ട് നോട്ട് എ ലീപ്പ് ഇയർ. അതായത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 0, അതായത് 4 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ലീപ്പ് ഇയർ ആണ്, അല്ലെങ്കിൽ ലീപ്പ് ഇയർ അല്ല. മറ്റൊരു പ്രോഗ്രാം നോക്കാം. ഡിസ്പ്ലേ ദി നെയിം ഓഫ് ഡേ ഫോർ എ ഗിവൺ നമ്പർ. ഒരു ഡേ നമ്പർ എൻ്റർ ചെയ്തിട്ട് അതിൻ്റെ ഡേ ഏതാണെന്ന് പ്രിൻറ്റ് ചെയ്യണം. ഉദാഹരണത്തിന് 1 കൊടുക്കുന്നതെന്ന് വെച്ചാൽ സൺഡേ ആയിരിക്കണം, 2 ആണെങ്കിൽ മൺഡേ, 7 ആണെങ്കിൽ സാറ്റർഡേ. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് പ്രിൻറ്റ് ചെയ്യണം. ഇവിടെ ഇൻറ്റ് ഡേയിനെ ഇൻറ്റീജർ ഡാറ്റയായിട്ട് നമ്മൾ ഡാറ്റ ടൈപ്പായിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. എൻ്റെ ഡേ നമ്പർ ബിറ്റ്വീൻ 1 and 7. ഇഫ് ഡേ ഈക്വൽ ടു 1 സി ഔട്ട് സൺഡേ. എൽസ് ഇഫ് ഡേ ഈക്വൽ ടു 2 സി ഔട്ട് മൺഡേ. അഗെയിൻ എൽസ് ഇഫ് ഡേ ഡബിൾ ഈക്വൽസ് 3 സി ഔട്ട് ട്യൂസ്ഡേ. അങ്ങനെ പോയിട്ട് അവസാനം എൽസ് ഇഫ് ഡേ ഈക്വൽ ടു 7 സി ഔട്ട് സാറ്റർഡേ. അതൊന്നും അല്ലെങ്കിൽ എൽസ് പാർട്ട് കൊടുക്കുന്നു. സി ഔട്ട് റോങ് ഇൻപുട്ട്, പിന്നെ റിട്ടേൺ 0, ഫ്ലവർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ പ്രോഗ്രാം. ഓക്കെ, ഈ പ്രോഗ്രാമിൻ്റെ വർക്കിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നോക്കാം. എൻ്റർ ഡേ നമ്പർ പറയുമ്പോൾ നമ്മൾ 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വിൽ ഗെറ്റ് തേഴ്സ്ഡേ. എൻ്റർ ഡേ നമ്പർ 9 കൊടുത്തു കഴിഞ്ഞാൽ വിൽ ഗെറ്റ് റോങ് ഇൻപുട്ട്. കാരണം 9 എന്ന് പറയുന്നൊരു നമ്പറിൽ ഡേ ഇല്ല, 7 വരെയുള്ളൂ ഡേയ്സ് അല്ലേ. ടോട്ടൽ 7 ഡേയ്സ് അല്ലേ ഉള്ളത് ഒരു വീക്കിൽ. അതുകൊണ്ടാണ് 9 കൊടുക്കുന്ന സമയത്ത് നമുക്ക് റോങ് ഇൻപുട്ട് എന്ന് ഡിസ്പ്ലേ ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകാം. അടുത്ത നമുക്ക് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇവിടെ ഈഫ് പോലെ തന്നെ മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് ആണ് ഇവിടെയും വരുന്നത്. ഇവിടെ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് സാധാരണയായിട്ട് ഒരു ഇൻറ്റീജർ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആണ് ചെക്ക് ചെയ്യുന്നത്. എന്നിട്ട് വാല്യൂ ഒന്നുകിൽ ഇൻറ്റീജർ അല്ലെങ്കിൽ ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആയിരിക്കണം. പക്ഷേ ഈഫിൻ്റെ കേസിൽ അങ്ങനെയല്ല. ഈഫിന് ഇൻറ്റീജറോ ഫ്ലോട്ടോ എന്ത് വേണമെങ്കിലും ചെക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ സ്വിച്ചിന് ഇൻറ്റീജർ അല്ലെങ്കിൽ ക്യാരക്ടർ കോൺസ്റ്റൻ്റ് മാത്രമേ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സ്വിച്ചിൻ്റെ സിൻറ്റാക്സ് ആണ്. സ്വിച്ച് കൊടുത്തതിന് ശേഷം ബ്രാക്കറ്റിൽ എക്സ്പ്രഷൻ കൊടുക്കുന്നു. ആ എക്സ്പ്രഷൻ്റെ വാല്യൂ എന്താണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക്സ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഓരോ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്കിനിടയിലും ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും. അതുപോലെ ലാസ്റ്റിൽ ഡീഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് നമുക്കൊരു പ്രോഗ്രാം നോക്കാം. ടു ഡിസ്പ്ലേ ദി ഡേ ഓഫ് എ വീക്ക് യൂസിങ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. ഒരു ആഴ്ചയുടെ ഡേ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ആ ആഴ്ച ഏതാണെന്ന് ഡിസ്പ്ലേ ചെയ്യണം. അതാണ് നമുക്ക് നമ്മുടെ പ്രോഗ്രാം. നേരത്തെ നമ്മൾ ചെയ്ത പ്രോഗ്രാം തന്നെ, ഈഫ് എൽസ് ഈഫ് വെച്ചിട്ട്. ഇവിടെ ഡേ ഇൻറ്റീജർ ഡാറ്റ ടൈപ്പായിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. ഇൻറ്റ് ഡേ സി ഔട്ട് എൻ്റർ എ നമ്പർ ബിറ്റ്വീൻ 1 and 7 സീൻ ഡേ ഇൻപുട്ട് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്വിച്ചിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബ്രാക്കറ്റിൽ ഡേ എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ ഡേ നമുക്ക് 1 ആവാം, 2 ആവാം, അപ് ടു 7 ഏത് വേണമെങ്കിലും ആവാം. അപ്പം 1 ആണെങ്കിൽ കേസ് 1 എന്ന് കൊടുക്കുന്നു. 1 ആണെങ്കിൽ നമ്മൾ സി ഔട്ട് സൺഡേ എന്ന് കൊടുക്കുന്നു. കാരണം ആഴ്ചയിൽ ഒന്നാമത്തെ ദിവസം സൺഡേ ആണല്ലോ.
സൺഡേന്ന് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മൺഡേന്ന് പ്രിൻറ്റ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ബ്രേക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ സൺഡേ പ്രിൻറ്റ് ചെയ്ത ഉടനെ തന്നെ അത് ബ്രേക്ക് ചെയ്യുന്നു. ഇനി അടുത്തത് കേസ് 2 ആണെങ്കിൽ മൺഡേന്ന് പ്രിൻറ്റ് ചെയ്യുന്നു, ബ്രേക്ക് ചെയ്യുന്നു. കേസ് 3 ട്യൂസ്ഡേന്ന് പ്രിൻറ്റ് ചെയ്യുന്നു, ബ്രേക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഓരോന്നോരോന്നായിട്ട് കൊടുത്ത് അതിൻ്റെ ഡേ പ്രിൻറ്റ് ചെയ്യുന്നു, ബ്രേക്ക് ചെയ്യുന്നു. ആ രീതിയിൽ പ്രോഗ്രാം മുന്നോട്ടേക്ക് പോകും. അവസാനം 7ാമത്തെ ദിവസം വന്നു കഴിഞ്ഞാൽ സാറ്റർഡേ പ്രിൻറ്റ് ചെയ്ത് ലാസ്റ്റിൽ ഇതൊന്നുമല്ല, നമ്മളിപ്പോൾ 7 അല്ല 8 9 ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എൽസ് കണ്ടീഷനാണ് നമ്മൾ ഈഫിൽ കൊടുത്തത്. ഇവിടെ നമ്മൾ ഡിഫോൾട്ട് എന്ന് കൊടുക്കുന്നു. ഡിഫോൾട്ട് എന്ന് കൊടുത്തിട്ട് സി ഔട്ട് റോങ് ഇൻപുട്ട് എന്ന് കൊടുക്കുന്നു. പ്രോഗ്രാമിൻ്റെ വർക്കിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻട്രി നമ്പർ ബിറ്റ്വീൻ 1 and 7 കൊടുത്ത് 5 കൊടുക്കുകയാണെങ്കിൽ തേഴ്സ്ഡേ എന്ന് വരും. 5 കൊടുക്കുകയാണെങ്കിൽ തേഴ്സ്ഡേ എന്ന് പ്രിൻറ്റ് ചെയ്യും. 8 കൊടുക്കുകയാണെങ്കിൽ റോങ് ഇൻപുട്ട് പ്രിൻറ്റ് ചെയ്യും. ഇതാണ് നമ്മുടെ സ്വിച്ച് കേസ് വെച്ചിട്ടുള്ള മറ്റൊരു പ്രോഗ്രാം നമുക്ക് നോക്കാം. ടു ചെക്ക് വെദർ ദി ഗിവൺ ക്യാരക്ടർ ഈസ് വോവൽ ഓർ നോട്ട്. വോവൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇംഗ്ലീഷ് ആൽഫബറ്റിലെ എ ഇ ഐ ഒ യു ഇത്രയും അക്ഷരങ്ങളാണ് വോവൽസ് ആയിട്ട് പറയുന്നത്. ഇവിടെ നമ്മൾ മുഴുവൻ പ്രോഗ്രാമും ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇവിടെ അക്ഷരങ്ങളാണ് കൊടുക്കേണ്ടത്. അതിനെക്കൊണ്ട് നമ്മൾ ഇതുവരെ നമ്മൾ ചെയ്ത ഇൻറ്റീജർ ആയിരുന്നു. ഇവിടെ നമ്മൾ ക്യാരക്ടർ ഡാറ്റ ടൈപ്പാണ് നമ്മൾ, അതുകൊണ്ട് ക്യാർ CH എന്ന് ഡിക്ലെയർ ചെയ്യുന്നു. അതിനുശേഷം എൻ്റെ ദി ക്യാരക്ടർ ടു ചെക്ക് സി ഔട്ട് കൊടുക്കുന്നു. എൻ്റെ ദി ക്യാരക്ടർ ടു ചെക്ക് CH എന്നാണ് നമ്മുടെ ആൽഫബറ്റിൻ്റെ പേര്. വേണമെങ്കിൽ ക്യാർ ആൽഫബറ്റ് എന്ന് കൊടുക്കാം കേട്ടോ. ഇവിടെ നമ്മൾ CH എന്നാണ് വേരിയബിളിന് പേര് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് CH കൊടുക്കുന്നു. ഇതെങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ സ്വിച്ചിൻ്റെ ഉള്ളിൽ നമ്മൾ CH എന്ന് പറയുന്ന ക്യാരക്ടർ മെൻഷൻ ചെയ്യുന്നു, സ്വിച്ചിൻ്റെ ബ്രാക്കറ്റിൽ. ഓക്കെ, ഇനി ഇതിൽ കേസ് A ആണോ നോക്കണം, അല്ലെങ്കിൽ സ്മോൾ a ആണോ നോക്കണം. സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും എൻ്റർ ചെയ്യാമല്ലോ. കേസ് A ആണോ സ്മോൾ a ആണോ, അല്ലെങ്കിൽ E ആണോ സ്മോൾ e ആണോ, A ആണോ സ്മോൾ a ആണോ, E ആണോ സ്മോൾ e ആണോ, I ആണോ സ്മോൾ I ആണോ, O ആണോ സ്മോൾ o ആണോ, U ആണോ സ്മോൾ u ആണോ, അങ്ങനെ ഓരോന്നും ചെക്ക് ചെയ്യണം. ഇതിൽ നമ്മളിവിടെ ഗിവൺ ക്യാരക്ടേഴ്സെ വവലെന്ന് പ്രിൻ്റ് ചെയ്യുന്നു, എന്നിട്ട് ബ്രേക്ക് ചെയ്യുന്നു. അത്രേ നമുക്ക് വേണ്ടുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡീഫോൾട്ടിൽ ഈ ക്യാരക്ടർ വവലല്ല എന്ന് കൊടുക്കണം. ഗിവൺ ക്യാരക്ടർ ഈസ് നോട്ട് എ വവൽ. ഇവിടെ ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഓരോ കേസും കഴിഞ്ഞിട്ട് ബ്രേക്ക് കൊടുക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ഇതെല്ലാം തന്നെ ഒരു കണ്ടീഷനാണ്. എ ഇ ഐ ഒ യു എല്ലാം വവലാണ്. അപ്പോൾ ഇതിലേതായാലും നമുക്ക് പ്രിൻ്റ് ചെയ്യേണ്ടത് ക്യാരക്ടേഴ്സെ വവൽ എന്നാണ്. അതുകൊണ്ടാണ് ഇത് ഒന്നിച്ച് കേസ് എ, കേസ് സി, കേസ് ഐ എല്ലാം തന്നെ ഒന്നിച്ച് കൊടുത്തതിന് ശേഷം ക്യാരക്ടേഴ്സെ വവൽ എന്ന് കൊടുത്ത് പിന്നീട് ബ്രേക്ക് കൊടുത്തത്. അപ്പോൾ ബ്രേക്ക് എല്ലാത്തിനും ഒരു കേസ് കഴിഞ്ഞ് ഉടനെ തന്നെ ബ്രേക്ക് കൊടുക്കണമെന്നില്ല. പ്രോഗ്രാമിൻ്റെ ലോജിക്ക് അനുസരിച്ചാണ് നമ്മൾ ബ്രേക്ക് ഉപയോഗിക്കുന്നത്. അതുപോലെ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിന് ബ്രേക്ക് എസെൻഷ്യൽ ആണോ എന്ന് ചോദിച്ചാൽ നിർബന്ധമായിട്ടും വേണമെന്ന് വെച്ചാൽ നിർബന്ധമായിട്ടും വേണമെന്നൊന്നുമില്ല. നമുക്ക് പ്രോഗ്രാമിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ബ്രേക്ക് ഉപയോഗിക്കേണ്ടി വരുന്നുള്ളൂ. സ്വിച്ചിൻ്റെ കൂടെ ബ്രേക്ക് എസെൻഷ്യൽ ആണോ എന്ന് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ബ്രേക്ക് എസെൻഷ്യൽ ആണെന്നൊന്നും ഇല്ല, നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ഈ പ്രോഗ്രാമിൻ്റെ വർക്കിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കാം. എൻ്റെ ദി ക്യാരക്ടർ ടു ചെക്ക് നമ്മൾ ഈന്ന് കൊടുക്കുകയാണെങ്കിൽ അത് വവൽ എന്നായിരിക്കും വരിക, ഗിവൺ ക്യാരക്ടേഴ്സ് വവൽ. ഇനി നമ്മൾ വേറൊരു വവൽ അല്ലാത്ത എ ഇ ഐ ഒ യുവിൽ വരുന്ന അല്ലാത്ത വേറൊരു ക്യാരക്ടർ കൊടുക്കാൻ വിചാരിച്ചോ. കെ എന്ന് കൊടുക്കുകയാണെങ്കിൽ ഗിവൺ ക്യാരക്ടേഴ്സ് നോട്ട് എ വവൽ എന്ന് ഡിസ്പ്ലേ ചെയ്യും. ഈ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റും എൽസീഫ് ലേഡറും തമ്മിൽ കുറേ വ്യത്യാസമുണ്ട്. ചില എൽസീഫിൽ എഴുതിയ പ്രോഗ്രാംസ് എല്ലാം നമുക്ക് സ്വിച്ചിൽ എഴുതാൻ പറ്റുമെങ്കിലും കൂടി ഇവിടെ കുറേ വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങളാണ് ഈ ഒരു ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. സ്വിച്ചിൽ
മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് ആണ്, LCFലും മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് ആണ്. സ്വിച്ചിൽ കണ്ടീഷൻ ഇക്വാലിറ്റി കണ്ടീഷൻ മാത്രമേ നോക്കുള്ളൂ. അതേസമയം LCF ലാഡറിൽ എല്ലാ റിലേഷണൽ ലോജിക്കൽ എക്സ്പ്രഷൻസും ഇവാലുവേറ്റ് ചെയ്യും. സ്വിച്ചിൽ ഇൻറ്റീജറോ ക്യാരക്ടർ ടൈപ്പോ മാത്രമേ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. LCFലെ എല്ലാ ഡാറ്റ ടൈപ്പും ചെക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു മാച്ചും കണ്ടില്ലെങ്കിൽ സ്വിച്ചിൽ ഡിഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. LCFൽ അങ്ങനെയല്ല. ഓരോ കണ്ടീഷനും ട്രൂ ആണോ നോക്കി എൽസ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുക. സ്വിച്ചിൽ നമ്മൾ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ആവശ്യമാണ് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എസെൻഷ്യൽ ആണെന്നിട്ട് നമുക്ക് പറയാനും പറ്റില്ല. ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ടെല്ലാം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എക്സിറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ബ്രേക്ക് കൊടുക്കണം. അങ്ങനെയാണ്. LCFൽ നമുക്ക് പ്രോഗ്രാം കൺട്രോൾ ഓട്ടോമാറ്റിക്കലി കണ്ടീഷൻ ചെക്ക് ചെയ്ത് ആ ബ്ലോക്കിൽ നിന്ന് എക്സിറ്റ് ചെയ്തോളും. ബ്രേക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് കുറേ കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ട സാഹചര്യത്തിൽ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതേസമയം LCF ആണെങ്കിൽ കുറച്ചും കൂടി ഫ്ലെക്സിബിളും വേഴ്സറ്റൈലുമാണ് മറ്റേതിനെ കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, അടുത്തത് കണ്ടീഷണൽ ഓപ്പറേറ്റർ. കണ്ടീഷണൽ ഓപ്പറേറ്ററിൻ്റെ ചിഹ്നം നമ്മൾ നേരത്തെ ഇതിനെപ്പറ്റി പറഞ്ഞിരുന്നു. ഇതാണ് കണ്ടീഷണൽ ഓപ്പറേറ്ററിൻ്റെ ചിഹ്നം. ഒരു ക്വസ്റ്റ്യൻ മാർക്കും ഒരു കോളനും. ഇതിൻ്റെ സിൻടാക്സ് നമുക്ക് നോക്കാം. ടെസ്റ്റ് എക്സ്പ്രഷൻ, ദെൻ ക്വസ്റ്റ്യൻ മാർക്ക്, ട്രൂ കേസ് കോഡ്, ദെൻ കോളൻ, ഫോൾസ് കേസ് കോഡ്. ഇതാണ് അതിൻ്റെ സിൻടാക്സ്. ഈ കണ്ടീഷണൽ ഓപ്പറേറ്റർ ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റിന് തുല്യമാണ്. അതിൻ്റെ ആ സിൻടാക്സ് ഒന്ന് നോക്കൂ. ഈഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ, ട്രൂ കേസ് കോഡ്, എൽസ് ഫോൾസ് കേസ് കോഡ്. ഇത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് മറ്റേ കണ്ടീഷണൽ ഓപ്പറേറ്ററും ഈഫ് എൽസും ഒരേപോലെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. ഇനി നമുക്കൊരു പ്രോഗ്രാം നോക്കാം. 2 നമ്പറുകൾ N1ഉം N2ഉം എൻ്റർ ചെയ്തിട്ട് അതിലെ ലാർജസ്റ്റ് നമ്പർ കണ്ടുപിടിക്കുന്നതിനുള്ള പ്രോഗ്രാമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. Cin N1 N2 കൊടുത്തിരിക്കുന്നു. പിന്നെ കണ്ടീഷണൽ ഓപ്പറേറ്ററാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. N1 > N2 ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നു. ആണെങ്കിൽ Cout N1 ഈസ് ലാർജർ. എൽസ് എന്നുള്ളത് കോളൻ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. Cout N2 ഈസ് ലാർജർ. അപ്പോൾ ഈ രീതിയിലാണ് ഈ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത്. N1ഉം N2ഉം ഇൻറ്റീജേഴ്സാണ്. അത് Cin N1 N2 കൊടുക്കുന്നു. പിന്നീട് N1 > N2 Cout N1 ഈസ് ലാർജർ, എൽസ് Cout N2 ഈസ് ലാർജർ. ഇതാണ് പ്രോഗ്രാം.